ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാsedutips. HSAയുടെ സിലബസ് ബേസ്ഡ് ക്ലാസ്സിൻ്റെ പുതിയൊരു സെഷനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മെത്തഡോളജി പാർട്ടാണ്. അപ്പോൾ നമ്മുടെ മെത്തഡോളജീൻ്റെ ലാസ്റ്റ് ഭാഗത്തോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സും അതുപോലെ തന്നെ ഇനി ഒരു ക്ലാസ്സും കൂടി കഴിഞ്ഞാൽ നമ്മുടെ മെത്തഡോളജി പാർട്ട് കംപ്ലീറ്റ് ആവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സെഷനിൽ ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. മെയിനായിട്ടും അസസ്മെൻറ്റ്, ഇവാലുവേഷൻ, CCE ഗ്രേഡിംഗ് എന്ന ടോപ്പിക്സാണ് നിങ്ങൾ മെയിനായിട്ട് പഠിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എക്സാം ഓറിയൻറ്റഡ് വലിച്ചു വാരി പഠിക്കാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഫോക്കസ് ഏരിയ ആണ് നമ്മൾ കവർ ചെയ്യുന്നത് കേട്ടോ. ദെൻ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇന്ന് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അത് നിങ്ങൾ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കുക, നമ്മൾ സിലബസ് ബേസ്ഡ് ആയിട്ട് ഒത്തിരി ക്ലാസ്സസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അപ്പോൾ നോക്കുക കേട്ടോ. അപ്പോൾ നോക്കാം നമുക്ക് അസസ്മെൻറ്റും ഇവാലുവേഷനും. അപ്പോൾ ഇത് രണ്ടിൻ്റെ പർപ്പസ് ആദ്യം മനസ്സിലാക്കി വെച്ചേക്കുക. അസസ്മെൻറ്റ് എന്തിനാണ് ചെയ്യുന്നത്? ഈസ് ടു ഇൻക്രീസ് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നതാണ് അസസ്മെൻറ്റ് പർപ്പസ് എങ്കിൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത് എന്താണ്? അത് ആ ഒരു ക്വാളിറ്റിനെ ജഡ്ജ് ചെയ്യുക എന്നുള്ളതാണ് പർപ്പസ്. അപ്പോൾ അതിനെ മനസ്സിലാക്കുക. ശരിക്കും രണ്ട് വ്യൂ പോയിൻ്റ് ആണത്. അസസ്മെൻറ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതാണെങ്കിൽ ഇവാലുവേഷൻ എന്ന് പറയുന്നത് എന്താണ്? ആ ക്വാളിറ്റിനെ ജഡ്ജ് ചെയ്യുക എന്നതാണ് മെയിനായിട്ട് വരുന്നത്, ഡിഫറൻസ് ആയിട്ട് പറയാൻ പറ്റുന്നത് കേട്ടോ. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കും. ഇവിടെ ഒരാൾ ചെടിക്ക് വെള്ളം നനയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഈ ഒരു ചെടി നന്നായിട്ട് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ദാറ്റ് മീൻസ് അവർ ആ ഒരു ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ചെയ്യുന്നത് അല്ലേ. അതേസമയം ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത്? ആ ഒരു ക്വാളിറ്റിനെ ജഡ്ജ് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കി ഇയാളുടെ മനസ്സിൽ എന്തോ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് സംഭവം? ടു ഷോർട്ട് ആൻഡ് നോട്ട് ഇനഫ് ലീവ്സ്. സി അപ്പോൾ ഇയാൾ എന്ത് ചെയ്യണം? ഭയങ്കര ചെറുതായിരിക്കണം, അപ്പോൾ ഒരു C ഗ്രേഡ് കൊടുക്കുക. ദാറ്റ് മീൻസ് അവിടെ എന്താ ചെയ്യുന്നത്? ജഡ്ജ്മെൻറ്റ് ആണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് അവിടെ എന്താണ്? ആ ഒരു ക്വാളിറ്റിനെ ജഡ്ജ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ ഈ വ്യക്തി ചെയ്യുന്നത് ഇവാലുവേഷൻ ആണ് അല്ലേ. സോ മനസ്സിലാക്കുക, പർപ്പസ് എന്ന് പറയുന്നത് അസസ്മെൻറ്റ് മീൻസ് ഇൻക്രീസ് ക്വാളിറ്റി, അതാണ് പർപ്പസ് എങ്കിൽ ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ ആ ക്വാളിറ്റിനെ ജഡ്ജ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന് വരുന്ന മെയിനായിട്ട് വരുന്ന ഡിഫറൻസ് കേട്ടോ. ഇനി നമുക്ക് ഇവാലുവേഷൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ നോക്കാം. ഇവാലുവേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ടു വാട്ട് എക്സ്റ്റെൻറ്റ് ദ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ആർ ബീയിങ് റിയലൈസ്. ഇത് ടൈലറുടെ ഡെഫിനിഷനാണ്. അപ്പോൾ ഇവാലുവേഷൻ എന്ന് പറയുന്നത് എത്രമാത്രം നമ്മുടെ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് റിയലൈസ് ചെയ്തു എന്നുള്ള കാര്യം ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇവാലുവേഷൻ. ഓക്കെ, ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ടു വാട്ട് എക്സ്റ്റെൻറ്റ് ദ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ആർ ബീയിങ് റിയലൈസ്ഡ്. അപ്പോൾ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് എത്രമാത്രം റിയലൈസ് ചെയ്തു എന്നുള്ള കാര്യം ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. ടൈലറുടെ ഒരു ഡെഫിനിഷനാണ്. പർപ്പസസ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ഇവാലുവേഷൻ. അപ്പോൾ ഇവാലുവേഷൻ്റെ പർപ്പസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫങ്ഷൻസ് എന്ന് ചോദിക്കാൻ ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ഡയഗ്നോസിസ് ചെയ്യാൻ, അതുപോലെ തന്നെ പ്രിഡിക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, സെലക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഗ്രേഡിംഗ് പ്രോസസ്സിന് വേണ്ടിയിട്ട്, ഗൈഡൻസിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ ഡയഗ്നോസിസ് പർപ്പസിന് ഉപയോഗിക്കാറുണ്ട്, പ്രിഡിക്ഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സെലക്ഷന് വേണ്ടിയിട്ട്, ഗ്രേഡിങ്ങിന് വേണ്ടിയിട്ട്, ഗൈഡൻസിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇത്രയും ഓർത്താൽ മതി. ഒരുപാട് ഡീപ്പിലോട്ടൊന്നും പോകേണ്ട കാര്യമില്ല കേട്ടോ. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇവാലുവേഷൻ ഇൻ എ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. അപ്പോൾ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ ഇവാലുവേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് അറിഞ്ഞിരിക്കുന്ന കുറച്ച് പോയിന്റ്സ്, ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് ആയിരിക്കണം. സോ കണ്ടിന്യൂസ് ആയിരിക്കണം, ദെൻ കോംപ്രിഹെൻസീവ് ആയിരിക്കണം. എല്ലാ ആസ്പെക്റ്റ് ഉൾക്കൊള്ളിച്ചിട്ട് വേണം ഇവാലുവേഷൻ ചെയ്യാൻ. സോ കോംപ്രിഹെൻസീവ് ആയിരിക്കണം. ദെൻ CCയുടെ കാര്യങ്ങൾക്ക് വഴി ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ദെൻ ചൈൽഡ് സെൻറ്റേർഡ് ആയിരിക്കണം, ഒരു കോപ്പറേറ്റീവ് പ്രോസസ്സ് ആയിരിക്കണം. ദെൻ ഇഫക്റ്റീവ്നെസ് ഓഫ് ടീച്ചിങ് മെത്തേഡ്സ്, അത് നമ്മൾ ഇവാലുവേഷനിലൂടെ നമുക്ക് എത്രമാത്രം നമ്മൾ ടീച്ചിങ് മെത്തേഡ്സ് ഇഫക്റ്റീവ് ആയെന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ദെൻ മൾട്ടിപ്പിൾ ആസ്പെക്ട്സ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതൊരു എന്താണ്, ഒരു കോമൺ പ്രാക്ടീസും കൂടിയാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത് അല്ലേ. ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോയാൽ മതി, കാര്യമായിട്ട് കുത്തിയിരുന്ന് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ. ഇനി അടുത്തതാണ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക് എന്ന് പറയുന്നത് ഫോർമേറ്റീവ് ഇവാലുവേഷൻ, സമ്മേറ്റീവ് ഇവാലുവേഷൻ, അല്ലെങ്കിൽ ഫോർമേറ്റീവ് അസസ്മെൻറ്റ് അല്ലെങ്കിൽ സമ്മേറ്റീവ് അസസ്മെൻറ്റ് അല്ലേ. അപ്പോൾ നോക്കാം, ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയും ഈസ് ഡൺ ഡ്യൂറിങ് ദി പ്രോസസ് ഓഫ് ഇൻസ്ട്രക്ഷൻ. ഇതൊക്കെയാണ് മെയിൻ പോയിന്റ്സ് കേട്ടോ. ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രോസസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആ ഒരു സമയത്ത് ചെയ്തതാണ്. ഈസ് ഡൺ ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡ്യൂറിങ് ദ ലേണിംഗ് പ്രോസസ്സിൽ നടക്കുന്നതാണ് ഫോർമേറ്റീവ് ഇവാലുവേഷൻ. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? ഈസ് ടു പ്രൊവൈഡ് കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് ടു ബോത്ത് ദ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടീച്ചേഴ്സിനും അതുപോലെ തന്നെ സ്റ്റുഡൻസിനും കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു ലേണിംഗ് പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും കാര്യം ഒരു എവാലുവേഷൻ പ്രോസസ്സ് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും എന്താവും, ടീച്ചർക്കും ആ ഒരു ലാസ്റ്റ് ടീച്ചർക്ക് മനസ്സിലാക്കുമ്പോൾ എത്രത്തോളം കുട്ടികൾക്ക് അത് മനസ്സിലായിട്ടുള്ള കാര്യം ടീച്ചർക്കും മനസ്സിലാക്കുമ്പോൾ, അതേസമയം കുട്ടികൾക്കും അത് അറിഞ്ഞു എന്നുള്ള കാര്യം അവർക്കും മനസ്സിലാക്കണം. സോ ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ഫീഡ്ബാക്ക് ടു ബോത്ത് ദ ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ് ആണല്ലോ. സോ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ടീച്ചർക്കാണെങ്കിൽ ആ ഒരു ലേണിംഗ് സ്റ്റൈലായിക്കോട്ടെ അല്ലെങ്കിൽ ആ ഒരു ഇഫക്റ്റീവ്നെസ് ഓഫ് ടീച്ചിങ് വേണമെങ്കിൽ അവർക്ക് ഇൻക്രീസ് ചെയ്യാൻ അവർക്ക് ഹെൽപ്പ് ആകും. കുട്ടികൾക്കും അതുപോലെ തന്നെ അവർ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആവാൻ സഹായിക്കും അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഇതെന്താ, ഇറ്റ് പ്രൊവൈഡ്സ് ഫീഡ്ബാക്ക് ടു ബോത്ത് ദ ടീച്ചർ ആൻഡ് ദ സ്റ്റുഡൻസ് എന്ന് പറയാം. ശരിയല്ലേ. ഇനി അതേപോലെ സമ്മേറ്റീവ് നോക്കൂ. സമ്മേറ്റീവ് എന്ന് പറയുമ്പോൾ
ലാസ്റ്റ് കേട്ടോ. ഇറ്റ് ടേക്സ് പ്ലേസ് അറ്റ് ദി എൻഡ് ഓഫ് ദ ഇൻസ്ട്രക്ഷൻ, അത് എൻഡ് ഓഫ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ നടക്കുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡ്യൂറിങ് ദ, ഓർത്ത് വയ്ക്കുക, ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞത് ഫോർമേറ്റീവ് ആണ്. ദെൻ എൻഡ് ഓഫ് ആൻ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ സെഷനിലാണ് നമുക്കത് എന്ത് പറയും, അത് സമ്മേറ്റീവ് ഇവാലുവേഷൻ ആണ്. ടു നോ വാട്ട് എക്സ്റ്റെൻറ്റ് ദ ഒബ്ജക്റ്റീവ്സ് പ്രീവിയസ്ലി ഫിക്സഡ് ഹാവ് ബീൻ അക്കംപ്ലിഷ്. അപ്പോൾ നമുക്കറിയാം ഏതൊരു ടീച്ചിങ് നമുക്ക് എന്താ കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാകും, അത് നമ്മൾ ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്ത് കുറച്ച് ഒബ്ജക്റ്റീവ്സ്, അത് എത്രമാത്രം അത് അക്കംപ്ലിഷ് ചെയ്തു എന്നുള്ള കാര്യമാണ് നോക്കുന്നത് അല്ലേ. ഇറ്റ് ടേക്സ് പ്ലേസ് അറ്റ് ദി എൻഡ് ഓഫ് ആൻ ഇൻസ്ട്രക്ഷൻ ടു നോ വാട്ട് എക്സ്റ്റെൻറ്റ് ദ ഒബ്ജക്റ്റീവ്സ് പ്രീവിയസ്ലി ഫിക്സഡ് ഹാവ് ബീൻ അക്കംപ്ലിഷ്ഡ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദി ഫൈനൽ ടെസ്റ്റ്, മിഡ് ടേം എക്സാമിനേഷൻസ് ഒക്കെ നമുക്കിതിൻ്റെ എക്സാമ്പിളായിട്ട് പറയാം. ക്ലിയർ ആയോ? നമുക്ക് ഒന്നുകൂടി ക്ലിയർ ആക്കാം. അപ്പോൾ നമുക്ക് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് ആയിട്ടും അല്ലെങ്കിൽ ഫോർമേറ്റീവ് ഇവാലുവേഷൻ എക്സാം എന്ന് രണ്ട് പേരിൽ നമുക്ക് ചോദിക്കാം. സംഭവം രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമുക്ക് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ, അപ്പോൾ നമ്മൾ ഇപ്പോഴൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ അസസ്മെൻറ്റ് എന്ന രീതിയിലാണ്. അപ്പോൾ ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? മോണിറ്റർ സ്റ്റുഡൻറ്റ് ലേണിങ്ങിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ്. ഇങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ദെൻ സമ്മേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ എന്താണ് ഇവാലുവേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സമ്മേറ്റീവ് നമ്മൾ അവസാനം ചെയ്യും. സോ അവിടെ ഇവാലുവേറ്റ് ജഡ്ജ് ചെയ്യാന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പോൾ എന്താണ്, സ്റ്റുഡൻറ്റ് ലേണിങ്ങിനെ ജഡ്ജ് ചെയ്യുക അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റുഡൻറ്റ് ലേണിംഗ് കുട്ടികൾ എത്രമാത്രം ലേൺ ചെയ്യുന്ന കാര്യം ആ ഒരു മോണിറ്റർ ചെയ്യുക, അത് ദെൻ അതിനനുസരിച്ചിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യുക, അതും കൂടി ബൂസ്റ്റ് ചെയ്യുക എന്ന രീതിയൊക്കെയാണ് അത് ഫോർമേറ്റീവ് അസസ്മെൻറ്റിൽ പെടും. അതേസമയം ഒരു കുട്ടിയുടെ ലേണിങ്ങിനെ ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതെന്താണത്, സമ്മേറ്റീവ് അസസ്മെൻറ്റ് ആണ്. അപ്പോൾ രണ്ടിൻ്റെ ഡിഫറൻസ് മനസ്സിലായിട്ടല്ലോ. ഫോർമേറ്റീവ് മീൻസ് മോണിറ്റർ സ്റ്റുഡൻറ്റ് ലേണിംഗ് ആണെങ്കിൽ സമ്മേറ്റീവ് എന്ന് പറയുമ്പോൾ ഇവാലുവേറ്റ് ചെയ്യുക, സ്റ്റുഡൻറ്റ് ലേണിംഗ് ഇവാലുവേറ്റ് ചെയ്യുക. ദെൻ അടുത്ത പോയിന്റ് നോക്കൂ, ദ പ്രോസസ് ഓഫ് അസസ്മെൻറ്റ്. നോക്കൂ, ഈ ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ആ ഒരു പ്രോസസ്സ്, ആ ടീച്ചിങ്ങിൻ്റെ പ്രോസസ്സിനാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ സമ്മേറ്റീവ് ആകുമ്പോൾ എന്താണ്, കുട്ടി എത്രമാത്രം ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് അക്കംപ്ലിഷ് ചെയ്തു അല്ലെങ്കിൽ അച്ചീവ് ചെയ്തു, ദാറ്റ് മീൻസ് അവിടെ ആ പ്രോഡക്റ്റാണ് അല്ലേ. അപ്പോൾ ആ പ്രോഡക്റ്റാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. സോ ഇവിടെ ഒരു പ്രോഡക്റ്റ് ഓഫ് അസസ്മെൻറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിനെയാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഫോർമേറ്റീവാണ് ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ ഓർത്ത് വെച്ചാലും മതി കേട്ടോ. ദെൻ ടേക്സ് ഡ്യൂറിങ് ലേണിംഗ് ആണ്, ടേക്സ് പ്ലേസ് ഡ്യൂറിങ്, അപ്പോൾ ലേണിംഗ് സമയത്താണ് ഇത് വരുന്നത്. ദെൻ നമ്മുടെ സമ്മേറ്റീവ് ആണെങ്കിൽ എന്താണ്, ടേക്സ് പ്ലേസ് ആഫ്റ്റർ ലേണിംഗ് ആണ് അല്ലേ, ലേണിംഗ് ശേഷമാണ് നമ്മൾ നോക്കുന്നത് അല്ലേ. അപ്പോൾ അതും ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി അടുത്ത് നോക്കൂ, യൂസ്ഡ് ബൈ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. അപ്പോൾ രണ്ട് പേർക്കും യൂസ്ഫുൾ ആണ് അല്ലേ. ദെൻ സമ്മേറ്റീവ് എന്ന് പറയുമ്പോൾ അത് ചെയ്യുന്നതാണ് യൂസ്ഡ് ബൈ ടീച്ചേഴ്സാണ് ചെയ്യുന്നത് അല്ലേ. സോ അതും ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പോൾ മോണിറ്റർ സ്റ്റുഡൻസ് ലേണിംഗ് പ്രോസസ് ഓഫ് അസസ്മെൻറ്റ് ആണ്, ടേക്സ് പ്ലേസ് ഡ്യൂറിങ് ലേണിംഗ് ആണ്, ഓർക്കണം, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇത് യൂസ്ഡ് ബൈ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ആണ്. ദെൻ സമ്മേറ്റീവ് എന്ന് പറയുമ്പോൾ ഇവാലുവേറ്റ് സ്റ്റുഡൻറ്റ് ലേണിംഗ് ആണ്, പ്രോഡക്റ്റ് ഓഫ് അസസ്മെൻറ്റ് ആണ്, ടേക്സ് പ്ലേസ് ആഫ്റ്റർ ലേണിംഗ് ആണ്, അല്ലെങ്കിൽ എൻഡ് ഓഫ് ദ ലേണിംഗ് സെഷൻ എന്ന് പറയാം, യൂസ്ഡ് ബൈ ടീച്ചേഴ്സ്. അപ്പോൾ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുമായി ബന്ധപ്പെട്ട ഒത്തിരി ക്വസ്റ്റ്യൻസ് ട്വിസ്റ്റ് ചെയ്തൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കും, പേടിക്കേണ്ട. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റിലൂടെ നമുക്ക് ചെയ്യാം കേട്ടോ. ഇനി ഇതുമായി റിലേറ്റ് ചെയ്ത് അറിഞ്ഞിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്, അസസ്മെൻറ്റ് ആസ് ലേണിംഗ്. ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണക്ട് ചെയ്ത് ഇപ്പോൾ പറഞ്ഞ കാര്യം ഒരു കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചാൽ മതി. ഈ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഫോറും നിങ്ങൾ കണക്ട് ചെയ്യുക കേട്ടോ. 4 എന്ന് പറയുന്നത് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് ആണ് കേട്ടോ. അതായത് എപ്പോൾ നടക്കുന്നതാണ്, ഒക്കോസ് ത്രൂഔട്ട് ദ ലേണിംഗ് പ്രോസസ് ത്രൂഔട്ട് നടക്കുന്നതാണ്, അല്ലെങ്കിൽ എന്ന് പറയാം ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണെന്ന് പറയാം. അപ്പോൾ ഈ ഫോർമേറ്റീവിന് തന്നെയാണ് എന്ന് പറയുക അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒക്കോസ് ത്രൂഔട്ട് ദ ലേണിംഗ് പ്രോസസ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആണെന്ന് പറയാം. അതെന്താണ് ഫോർമേറ്റീവ്. അപ്പോൾ ഫോർമേറ്റീവ് അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്, അത് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് ആണ് കേട്ടോ. അപ്പോൾ എക്സാമ്പിൾ നമുക്ക് പറയാം ക്വസ്റ്റൻ ആൻസേഴ്സ്. അപ്പോൾ ഡ്യൂറിങ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിന് ഇടയിൽ നമുക്ക് ക്വസ്റ്റൻ ആൻസർ ചോദിക്കുക, ക്ലാസ് ആക്ടിവിറ്റീസ് ചെയ്യുക, ഇതൊക്കെ എന്താണ്, ഫോർമേറ്റീവ് അല്ലെങ്കിൽ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഓർക്കുക, അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് എന്ന് പറയുമ്പോൾ ഫോർമേറ്റീവ് ആണ്. ദെൻ ഒക്കോസ് ത്രൂ ദ ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയാം. കിട്ടിയല്ലോ. ഇനി അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച സമ്മേറ്റീവ് ആണ് വരിക. അപ്പോൾ ദാറ്റ് വാട്ട് ദ സ്റ്റുഡൻസ് ഹാവ് ലേൺ, കുട്ടി എന്താണ് ലേൺ ചെയ്തത് എന്ന കാര്യമാണ് ഇവിടെ നോക്കുന്നത്. സോ അതെന്തായിരിക്കും, അപ്പോൾ സമ്മേറ്റീവ് ആണ് അല്ലേ. അപ്പോൾ ഇത് എന്തിനൊക്കെയാണെന്നൊക്കെ പറയാം, ടു സർട്ടിഫൈ സ്റ്റുഡൻസ് കോമ്പിറ്റൻസ്, കുട്ടികളുടെ കോമ്പിറ്റൻസ് സർട്ടിഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കോർ അല്ലെങ്കിൽ ഗ്രേഡ് കൊടുക്കാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അല്ലേ. സോ നമുക്ക് ടേം ടെസ്റ്റും അച്ചീവ്മെൻറ്റ് ടെസ്റ്റൊക്കെ നമുക്ക് ഇതിന് എക്സാമ്പിളായിട്ടൊക്കെ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് കിട്ടിയല്ലോ, ഫോർമേറ്റീവ് ആണ്. അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് ആണെങ്കിൽ അത് സമ്മേറ്റീവ് ആണ്. ദെൻ
ദെൻ അസസ്മെൻറ്റ് ആസ് ലേണിംഗ് ഉണ്ട്. ഇതെന്താണ് ആസ് ലേണിംഗ് എന്ന് അറിയാമോ? അസസ്മെൻറ്റ്, ഈ ഒരു അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ആസ് എ സ്റ്റുഡൻസ് ഓൺ ലേണിംഗ്, ശരിക്കും അത് സെൽഫ് ഡിറക്റ്റഡ് അല്ലെങ്കിൽ സെൽഫ് അസസ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? അസസ്മെൻറ്റ് ആസ് ലേണിംഗ് എന്ന് പറയാം കേട്ടോ. അതായത് സെൽഫ് എന്ന് ഓർത്താൽ മതി. സെൽഫ് അസസ്മെൻറ്റ് അല്ലെങ്കിൽ സെൽഫ് ഡിറക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൺ ലേണിങ്ങിനെ അസസ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്? അസസ്മെൻറ്റ് ആസ് ലേണിംഗ് എന്ന് പറയുന്നത്. ഫോർ മോണിറ്ററിങ് ഓഫ് ഓൺ ലേണിംഗ്, അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? സ്വന്തം ലേണിംഗ് താൻ എത്രമാത്രം ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അസസ്മെൻറ്റ് ആസ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ഇതൊറ്റ വർക്ക് ഒരു സെൽഫ് അസസ്മെൻറ്റ് ആണ്, സെൽഫ് ഡയറക്റ്റ് ആണെന്നുള്ള കാര്യം ഒറ്റ പോയിന്റ് നിങ്ങൾ ഓർത്ത് നിങ്ങൾ കിട്ടിക്കഴിയും കേട്ടോ. ദെൻ ഫോർ മോണിറ്ററിങ് ഓഫ് ഓൺ ലേണിംഗ്, താൻ എത്രമാത്രം പഠിച്ചു, തനിക്ക് എത്ര മനസ്സിലായി എന്നുള്ള സ്വയം നമ്മൾ ചെയ്യില്ല, സെൽഫ് ഡയറക്റ്റഡ് സെൽഫ് അസസ്മെൻറ്റ് ചെയ്യില്ല, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? അസസ്മെൻറ്റ് ആസ് ലേണിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഫോർ ലേണിംഗ് ഫോർമേറ്റീവ് ആണ്, ഓഫ് ലേണിംഗ് അത് സമ്മേറ്റീവ് ആണ്. ദെൻ ആസ് ലേണിംഗ് എന്ന് പറയുമ്പോൾ അത് സെൽഫ് അസസ്മെൻറ്റ്, ഈ ഒരു ടേമാണ് മെയിനായിട്ട് എക്സാമിന് ചോദിക്കാറുള്ളത് കേട്ടോ. ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. നിങ്ങൾക്ക് മാക്സിമം ഞാൻ ക്യാപ്സ്യൂൾ പോലെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐറ്റം നല്ലോണം കിട്ടിക്കാണും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ലാസ്റ്റായിട്ട് ഈ ഒരു ടോപ്പിക്ക് ഫൈനലായിട്ട് സമ്മപ്പ് ചെയ്യാൻ പോകണേ. അപ്പോൾ നോക്കൂ, ഫോർമേറ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? അസസ്മെൻറ്റ് ഫോർ ലേണിംഗ് ആണ്. സമ്മേറ്റീവ് എന്തായിരിക്കും? അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ് ആണ്. ഇതിൻ്റെ പേർപ്പസ് എന്താണ്? അപ്പോൾ നമുക്കറിയാം ടീച്ചിങ് ലേണിംഗ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോർമേറ്റീവ് ചെയ്യുന്നത് അല്ലേ. ദെൻ സമ്മേറ്റീവ് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ കോമ്പിറ്റൻസി അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ല. കുട്ടി എത്രമാത്രം അച്ചീവ് ചെയ്തു അല്ലെങ്കിൽ കുട്ടി എത്രയ്ക്ക് മാത്രം ആ ഒരു കാര്യം ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് അക്കംപ്ലിഷ് ചെയ്തു എന്നുള്ള കാര്യമാണ്. സോ അവിടെ എന്തും അസസ്മെൻറ്റ് ഓഫ് കോമ്പിറ്റൻസി എന്ന് പോയാൽ ഇതെങ്ങനെയാണ്? ഒരു ഓൺഗോയിങ് പ്രോസസ്സാണല്ലേ, ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ ആ സമയത്ത് തന്നെ നടക്കുന്നതാണ്. ദെൻ സമ്മേറ്റീവ് എന്തായിരിക്കും? അറ്റ് ദ എൻഡ് ഓഫ് ദ കോഴ്സ് ആയിരിക്കും. ഇവിടെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അല്ലേ, ലേൺ ത്രൂ ഫീഡ്ബാക്കിലൂടെയും പ്രാക്ടീസിലൂടെയാണ്. ദെൻ ഇവിടെ എന്താണ്? ലാസ്റ്റ് ഗ്രേഡ്സ് ആയിട്ടാണ് പോകുന്നത് അല്ലേ. ഇത്രയും ഒന്ന് കണക്ട് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടി ടേബിളായിട്ട് തന്നേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഞാനിവിടെ ഫോർമേറ്റീവ് സമ്മേറ്റീവ് ഒക്കെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത് നോക്കാം, നമുക്ക് ഗ്രേഡിംഗ് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രേഡിംഗ് എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ഗ്രേഡിംഗ് ഉള്ളത്, ഡയറക്റ്റ് ഗ്രേഡും നോൺ ഡയറക്റ്റ് ഗ്രേഡിംഗ്, അല്ലെങ്കിൽ ഇതിന് ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ് എന്നും പറയും കേട്ടോ. നോൺ ഡയറക്റ്റ് എന്നോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എന്നൊക്കെ നമുക്ക് പറയാം. എഗെയിൻ ഈ ഇൻഡയറക്റ്റ് ഗ്രേഡിന് നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, അബ്സല്യൂട്ട് ഗ്രേഡിങ്ങും റിലേറ്റീവ് ഗ്രേഡിങ്ങും. അപ്പോൾ ഗ്രേഡിംഗ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു ടു ടൈപ്സ്, ഡയറക്റ്റ് ഗ്രേഡിംഗ് ആൻഡ് ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ നോൺ ഡയറക്റ്റ് ഗ്രേഡിംഗ്. എഗെയിൻ ദിസ് നോൺ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു ടു, ദാറ്റ് ഈസ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് ആൻഡ് റിലേറ്റീവ് ഗ്രേഡിംഗ്. ഇതും ഡീപ്പായിട്ട് പോകേണ്ട കാര്യമില്ല, മേൽനോട്ടത്തിൽ നിങ്ങളത് അറിഞ്ഞു വെച്ചാൽ ഐഡിയ കേട്ടോ. അപ്പോൾ ഡയറക്റ്റ് ഗ്രേഡിംഗ് ആ പേര് പോലെ തന്നെ നോക്കൂ. ഇൻ എക്സാമിനേഷൻ ദ ഇവാലുവേറ്റർ വിൽ award particular grade to the answer for each individual question on the basis of its quality. അപ്പോൾ നോക്കൂ, ഒരു എക്സാമിനേഷൻ സമയത്ത് ഇവാലുവേറ്റർ എന്ത് ചെയ്യുന്നു? വിൽ അവാർഡ് പെർട്ടിക്കുലർ, ഒരു പ്രത്യേക അല്ലെങ്കിൽ ഒരു ഗ്രേഡ് കൊടുക്കുകയാണ്. എങ്ങനെയാണ്? ടു ദ ആൻസർ ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻ. അപ്പോൾ ഓരോരോ ക്വസ്റ്റ്യൻ നമ്പർ 1 ഒരു എ ഗ്രേഡ് കൊടുത്തു, ക്വസ്റ്റ്യൻ നമ്പർ 2 ഒരു ബി ഗ്രേഡ് കൊടുത്തു. ഇവിടെ എന്ത് ചെയ്യാണ്? ഓരോരോ ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യനും ഒരു ഡയറക്റ്റായിട്ട് ഒരു ഗ്രേഡ് കൊടുക്കുകയാണ് അല്ലേ. എന്തിൻ്റെ ബേസിലാണ്? ഓൺ ദ ബേസ് ഓഫ് ഇറ്റ്സ് ക്വാളിറ്റി. അപ്പോൾ കുട്ടികൾ എത്രമാത്രം ആ ഒരു സംഭവം നോക്കി എന്നുള്ള ചില കാര്യങ്ങൾ അനുസരിച്ചിട്ട് എന്ത് ചെയ്യാണ്? ഡയറക്റ്റായിട്ട് കൊടുക്കുന്നതാണ്. അതിന് നമ്മൾ എന്തെന്ന് പറയാം? ഡയറക്റ്റ് ഗ്രേഡിംഗ് എന്ന് പറയാം. അപ്പോൾ എക്സാമിനേഷൻ സമയത്ത് ഇവാലുവേറ്റർ എന്ത് ചെയ്യുന്നു? വിൽ അവാർഡ് പെർട്ടിക്കുലർ ഗ്രേഡ് ടു ദ ആൻസർ ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻസ്. സോ ഡയറക്റ്റായിട്ട് ഗ്രേഡ് കൊടുക്കുക, ഓരോരോ ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻസും ഡയറക്റ്റായിട്ട് ഗ്രേഡ് കൊടുക്കുകയാണെങ്കിൽ അതിന് എന്ത് പറയും? നമ്മൾ ഡയറക്റ്റ് ഗ്രേഡിംഗ് എന്ന് പറയും. സിമ്പിൾ അല്ലേ? അത്രേ ഉള്ളൂ. ഇനി നോക്കൂ, നമ്മൾ ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ് അല്ലെങ്കിൽ നോൺ ഡയറക്റ്റ് ഗ്രേഡിംഗ് അതെന്താണെന്ന് നോക്കാം. മെത്തേഡ് ഓഫ് അവാർഡിംഗ് ഗ്രേഡ്സ് ത്രൂ മാർക്സ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാർക്സിലൂടെ ഗ്രേഡ് ചെയ്യുന്ന രീതിയാണ് കേട്ടോ. അപ്പോൾ നോക്കൂ, ഇവിടെ മാർക്സ് ആർ അവാർഡഡ് ടു ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഓരോരോ ക്വസ്റ്റ്യൻസിനും അത് എന്ത് ചെയ്യണം? മാർക്കാണ് ആദ്യം കൊടുക്കുക. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആദ്യം എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ നമ്പർ 1 ഒരു 5 എന്ന് കൊടുക്കും. അങ്ങനെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും? ചിലപ്പോൾ എത്ര മാർക്ക് അതിന് ഒരു 4 കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു? മാർക്സ് ആർ അവാർഡഡ് ടു ദ ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻ. ഓരോരോ ക്വസ്റ്റ്യനും എന്ത് ചെയ്യുന്നു? മാർക്കുകൾ കൊടുക്കുന്നു. ഈ മാർക്ക് കൊടുക്കുന്ന എന്തിൻ്റെ ബേസിലേക്ക്? നമുക്ക് ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു മാർക്കിംഗ് സ്കീം അല്ലെങ്കിൽ ആ ഒരു പോയിന്റ്സ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് മാർക്ക് കൊടുക്കുക. ദെൻ ഫൈൻഡ് ദ ടോട്ടൽ. അങ്ങനെ ടോട്ടൽ ചെയ്യാണ്, മാർക്ക് ടോട്ടൽ ചെയ്ത ശേഷം അതിനെ എന്താക്കി മാറ്റുന്നു? ഗ്രേഡാക്കി മാറ്റുന്നു. ഓക്കെ, കിട്ടിയല്ലോ. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്സ് ത്രൂ മാർക്സിലൂടെ ഗ്രേഡ് ചെയ്യുന്ന രീതിയാണ് കേട്ടോ. അപ്പോൾ നോൺ ഡയറക്റ്റ്, ഇൻഡയറക്റ്റ് ആയിട്ടല്ലേ. സോ ഇവിടെ ഇൻഡിവിജ്വൽ ക്വസ്റ്റ്യൻസിനെ ആദ്യം മാർക്ക് ചെയ്യുന്നു, അതിനുശേഷം ടോട്ടൽ മാർക്ക് കണ്ടെത്തുന്നു, അതിനുശേഷം അതിനെ എന്ത് ചെയ്യുന്നു? ഗ്രേഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇതാണ് എന്ത് പറയുക? ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ നോൺ ഡയറക്റ്റ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു ഈ ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ് എന്ന് പറയുമ്പോൾ അതും നമുക്ക് 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അബ്സല്യൂട്ട് ഗ്രേഡ്
ഗ്രേഡിംഗ് എന്നും റിലേറ്റീവ് ഗ്രേഡിംഗ് എന്നുണ്ട് കേട്ടോ. അപ്പോൾ അബ്സലൂട്ട് ഗ്രേഡിംഗ് എന്ന് പറയുമ്പോൾ നോക്കൂ, അബ്സലൂട്ട് റേഞ്ച് ഓഫ് സ്കോഴ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അതെന്ത് പറയും? അബ്സലൂട്ട് ഗ്രേഡിംഗ് എന്ന് പറയും. നോക്കൂ, എ ഗ്രേഡിംഗ് മെത്തേഡ് ബേസ്ഡ് ഓൺ ദ അബ്സലൂട്ട് റേഞ്ച് ഓഫ് സ്കോഴ്സ്, ദാറ്റ് ഈസ് 80 to 100% ആണ് ഗ്രേഡ് എ കൊടുക്കുക, 60 to 80% ആണ് ഗ്രേഡ് ബി. അങ്ങനെ നമ്മൾ കൊടുത്തു പോയി ഒരു അബ്സലൂട്ട് റേഞ്ച് ഓഫ് സ്കോഴ്സിനെ ബേസ് ചെയ്ത് നമ്മൾ ഗ്രേഡ് കൊടുക്കില്ലേ, അതിന് നമ്മൾ എന്ത് പറയും? അബ്സലൂട്ട് ഗ്രേഡിംഗ് എന്ന് പറയും. ആ വാക്കിൽ തന്നെ ഉണ്ട് നിങ്ങൾക്ക് അല്ലേ. അബ്സലൂട്ട് റേഞ്ച് ഓഫ് സ്കോഴ്സിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ അതെന്ത് പറയും? അബ്സലൂട്ട് ഗ്രേഡിംഗ് എന്ന് പറയും. ക്ലിയർ ആണല്ലോ? ഈ റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർത്താൽ റിലേറ്റീവ് നമ്മൾ കമ്പയർ ചെയ്ത് എന്നുള്ള ടേം ഓർത്താൽ മതി കേട്ടോ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഹൗ എ സ്റ്റുഡൻറ്റ് പെർഫോം കമ്പയർ ടു അതേഴ്സ് ഇൻ ദ ക്ലാസ് ഓർ ഗ്രൂപ്പ്. ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ മറ്റു കുട്ടികൾ അവളുടെ പെർഫോമൻസിനെ കമ്പയർ ചെയ്തിട്ടാണ്. ഇപ്പോൾ ടോപ്പായിട്ടുള്ളൊരു കുട്ടികൾക്കാണ്, ഒരു 10 കുട്ടികൾക്കാണ് ഇത്ര ഗ്രേഡ്, അതിന് താഴെ അങ്ങനെ ആ ഒരു രീതിക്ക് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അതിന് നമ്മൾ റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറയാം. അപ്പോൾ ഇത്ര ഓർത്താൽ മതി, കമ്പയർ ചെയ്യാം കേട്ടോ. ഹൗ എ സ്റ്റുഡൻറ്റ് പെർഫോം കമ്പയർ ടു അതേഴ്സ് ഇൻ ദ ക്ലാസ്. അപ്പോൾ ഇങ്ങനെ കമ്പയർ ചെയ്തിട്ടുള്ള ഒരു ഗ്രേഡിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മൾ എന്ത് പറയും? റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറയും. ഓക്കെ ആണല്ലോ? ഐഡിയ മനസ്സിലായല്ലോ? അത്രയ്ക്ക് മതി കേട്ടോ. ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയെല്ലാം കിട്ടും. അപ്പോൾ ഗ്രേഡിംഗ് മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ ഗ്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് ഇപ്പോൾ നമ്മുടെ CCE കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. ഫുൾ ഫോം എല്ലാവർക്കും അറിയാലോ, പഠിച്ചു വെച്ചേക്കണം കേട്ടോ. Then CBSE introduced the CCE Continuous and Comprehensive Evaluation Pattern for secondary classes in 2009-2010 ലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് CBSE. This was introduced under the Right to Education Act of 2009. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇതിൻ്റെ അണ്ടറിലാണ്, അണ്ടർ ദ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ പറഞ്ഞാണ്, ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, CCEയുടെ കണ്ടിന്യൂസ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ്റെ എന്താണ് ഒബ്ജക്റ്റീവ്സ് നോക്കാം. ടു ഹെൽപ്പ് ഡെവലപ്പ് കോഗ്നിറ്റീവ് സൈക്കോമോട്ടർ അഫക്റ്റീവ് ഡൊമൈൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ലേണിംഗ് ടേക്ക് പ്ലേസ് ഇൻ 3 ഡൊമൈൻസ് എന്ന് നമ്മൾ ബ്ലൂംസ് ടാക്സോണമി പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഈ കോഗ്നിറ്റീവ് ഡൊമൈനിലും സൈക്കോമോട്ടറിലും അഫക്റ്റീവ് സ്കിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദെൻ to lay emphasis on thought processes and de-emphasis on memorization. നോക്കൂ, ഇവിടെ ചിന്ത അല്ലെങ്കിൽ തോട്ട് പ്രോസസ് അല്ലെങ്കിൽ തിങ്കിങ് പ്രോസസ്സിന് എന്ത് കൊടുക്കുന്നുണ്ട്? ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതുപോലെ തന്നെ de-emphasis മെമ്മറൈസേഷൻ, റോട്ട് മെമ്മറൈസേഷൻ എന്ത് ചെയ്യുന്നില്ല? പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഓക്കെ, അവിടെ തിങ്കിങ് പ്രോസസ്സ് അല്ലെങ്കിൽ മെൻ്റൽ പ്രോസസ്സിനൊക്കെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഫോക്കസ് ചെയ്യുന്നത്, എംഫസൈസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻറ്റ് നല്ലൊരു പോയിൻ്റാണ് കേട്ടോ. ദെൻ ടു മേക്ക് ഇവാലുവേഷൻ ആൻഡ് ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇവാലുവേഷൻ എന്ന് പറയുന്നത് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൻ്റെ ഒരു ഇൻറ്റഗ്രൽ പാർട്ടാക്കുക. അതുപോലെ ടു യൂസ് ഇവാലുവേഷൻ ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ് അച്ചീവ്മെൻറ്റ് ആൻഡ് ടീച്ചിങ് ലേണിംഗ്. അപ്പോൾ ഒരു ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ചെയ്തു ആ ഒരു രീതിക്കല്ലാതെ കുട്ടികളുടെ ആ ഒരു സ്റ്റുഡൻറ്റ് അച്ചീവ്മെൻറ്റ് അതിനെ ഇമ്പ്രൂവ് ചെയ്യിക്കാനായിട്ടും കൂടി നമ്മൾ ഇവാലുവേഷനെ കൺസിഡർ ചെയ്യണം എന്നൊക്കെയാണ് CCE പറയുന്നത് കേട്ടോ. അപ്പോൾ ടു യൂസ് ഇവാലുവേഷൻ ഫോർ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് സ്റ്റുഡൻസ് അച്ചീവ്മെൻറ്റ് ആൻഡ് ടീച്ചിങ് ലേണിംഗ്. അപ്പോൾ ടീച്ചിങ് ലേണിങ്ങിന് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റുഡൻസ് അച്ചീവ്മെൻറ്റിന് ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇവാലുവേഷൻ യൂസ് ചെയ്ത് അതിന് കോംപ്രിഹെൻസീവ് ആയിട്ട് ഒരു ഇവാലുവേഷൻ സ്ട്രാറ്റജീസ് ആണ് പറയുന്നത് കേട്ടോ. ദെൻ സ്ട്രാറ്റജീസ് ഓൺ ദ ബേസ് ഓഫ് റെഗുലർ ഡയഗ്നോസിസ് ഫോളോഡ് ബൈ റെമഡിയൽ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇവിടെ എന്താണ്? റെഗുലറായിട്ട് കുട്ടികളെ എന്ത് ചെയ്യണം? നമ്മൾ നോക്കിക്കണ്ട് അവർക്ക് ഏതിലാണ് കുറവ് അതൊക്കെ പരിഗണിച്ച് അവർക്ക് റെമഡിയൽ ഇൻസ്ട്രക്ഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ടും എല്ലാ ഏരിയയും കവർ ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന സ്ട്രാറ്റജീസാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് കേട്ടിരുന്നത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നതാണ് അല്ലേ. ഓക്കെ, കിട്ടിയല്ലോ. ഇനി അടുത്തത് ഇതിൻ്റെ എയിംസ്. ഈ പറഞ്ഞ കാര്യം തന്നെ കുറച്ചും കൂടി ഒന്ന് ഷോർട്ടാക്കി പറയാം. ടു റെഡ്യൂസ് സ്ട്രെസ് ഓൺ ചിൽഡ്രൻ. കുട്ടികളിൽ സ്ട്രെസ്സ് റെഡ്യൂസ് ചെയ്യുക. ടു മേക്ക് ഇവാലുവേഷൻ കോംപ്രിഹെൻസീവ് ആൻഡ് റെഗുലർ. അപ്പോൾ ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? കുറച്ചും കൂടി കോംപ്രിഹെൻസീവ് ആയിട്ട് കുറച്ച് റെഗുലർ ആക്കുക എന്നുള്ളത് അതിൻ്റെ എയിമായിട്ട് വരുന്നത്. പ്രൊവൈഡ് സ്പേസ് ഫോർ ദ ടീച്ചർ ഫോർ ക്രിയേറ്റീവ് ടീച്ചിങ്. അപ്പോൾ ടീച്ചിങ് എപ്പോഴും എന്താണ് എഫക്റ്റീവ് ആണെങ്കിൽ കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ അതിൽ കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിന് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ടീച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഫഷൻസി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ പ്രൊവൈഡ് എ ടൂൾ ഓഫ് ഡയഗ്നോസിസ് ആൻഡ് റെമഡിയേഷൻ. അപ്പോൾ കുട്ടികളുടെ വീക്കർ സെഷൻ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് റെമഡിയൽ ടീച്ചിങ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുക. ദെൻ പ്രൊഡ്യൂസ് ലേണേഴ്സ് വിത്ത് ഗ്രേറ്റർ സ്കിൽസ്. നല്ല സ്കില്ലഡ് ആയിട്ടുള്ള ലേണേഴ്സിനെ വാർത്തെടുക്കുക. ഇതൊക്കെയാണ് ഇതിൻ്റെ എയിംസ് ആയിട്ട് വരുന്നത്. കിട്ടിയല്ലോ? എല്ലാം നിങ്ങൾക്ക് ഒന്ന് ഒരിക്കൽ വായിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്നും കൂടി ഞാൻ ഷോർട്ടപ്പ് ചെയ്ത് പറയാവേ. CCE ആ വാക്ക് നോക്കും, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് അല്ലേ. അപ്പോൾ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ്. കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ ഉദ്ദേശം എന്താണ്? നമ്മുടെ ആ ഒരു ഇവാലുവേഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അവസാനം മാത്രം ആവരുത്, അല്ലാതെ നമുക്ക് ഡ്യൂറിങ് ദ ലേണിംഗ് പ്രോസസ്സും വേണം, അതുപോലെ തന്നെ എൻഡ് ഓഫ് ദ സെഷനും വേണം. സോ ഇറ്റ് കൺസിഡർ ബോത്ത് ഫോർമേറ്റീവ് ആൻഡ് സമ്മേറ്റീവ് ഇവാലുവേഷൻ. അപ്പോൾ ഇവിടെ കണ്ടിന്യൂസ് എന്ന് ഉദ്ദേശിച്ച് ഇവിടെ
സമ്മേറ്റീവ് ഇവാലുവേഷനും അതുപോലെ തന്നെ ഫോമേറ്റീവ് ഇവാലുവേഷനും ഇവിടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ദെൻ കോംപ്രിഹെൻസീവ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് കൺസിഡർ ബോത്ത് സ്കോളാസ്റ്റിക് ആൻഡ് നോൺ സ്കോളാസ്റ്റിക് ആസ്പെക്ട് ഓഫ് ദ ഒരു കുട്ടിയുടെ സ്കോളാസ്റ്റിക് ഏരിയയും അല്ലെങ്കിൽ നോൺ സ്കോളാസ്റ്റിക് ഏരിയയും എല്ലാം തന്നെ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് കോംപ്രിഹെൻസീവ് വെച്ച് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം സ്കോളാസ്റ്റിക് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ അവിടെ ഫോമേറ്റീവ് അസസ്മെൻറ്റും സമ്മേറ്റീവ് അസസ്മെൻറ്റും നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് അല്ലേ. ദെൻ സ്കോളാസ്റ്റിക് ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ കുട്ടികളുടെ കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, അവർ ആറ്റിറ്റ്യൂഡ്സ്, വാല്യൂസ് ആൻഡ് വിഷ്വൽ പെർഫോമിംഗ് ആർട്സ് അല്ലെങ്കിൽ വർക്ക്, എഡ്യൂക്കേഷൻ, ലൈഫ് സ്കിൽസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ എല്ലാം ഫോക്കസ് ചെയ്യണമെന്നാണ് പറയുന്നത്. സോ മീൻസ് ഇവിടെ സ്കോളാസ്റ്റിക് ഏരിയ, സ്കോളാസ്റ്റിക് ഏരിയ എല്ലാം അല്ലെങ്കിൽ നോൺ സ്കോളാസ്റ്റിക് ഏരിയ അക്കാഡമിക് ആയിട്ടും അതുപോലെ തന്നെ അല്ലാത്ത കാര്യങ്ങൾ എല്ലാം മൊത്തത്തിൽ ഉള്ള കാര്യമാണ് ഈ CCയിൽ കുട്ടികൾ. ദാറ്റ് മീൻസ് ഇവിടെ എന്താണ്? കുട്ടികളുടെ ഓവറോൾ ഡെവലപ്മെൻറ്റ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കാം. കുട്ടികളുടെ ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റിന് ഫോക്കസ് ചെയ്തത് ഏതാണ് എന്നിങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ നമ്മൾ പേടിക്കണം, നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട മെത്തഡോളജിയുടെ മോക്ക് ടെസ്റ്റ് ചെയ്യാം. തീർച്ചയായിട്ടും ഈസിയായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തത് നോക്കൂ, CCയുടെ ലാസ്റ്റ് ഫൈനൽ സെഷനാണ്. നോക്കൂ, കണ്ടിന്യൂസ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ. കണ്ടിന്യൂസ് മീൻസ് എന്താണ്? റെഗുലർ ആൻഡ് കണ്ടിന്യൂസ് ആക്ടിവിറ്റീസ് കണ്ടക്റ്റഡ് ത്രൂ ഔട്ട് ദ ഇയർ ടു അച്ചീവ് ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ്. അപ്പോൾ റെഗുലർ ആയിട്ടും കണ്ടിന്യൂസ് ആയിട്ടും ഒരു ത്രൂ ഔട്ട് ദ ഇയർ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ കാര്യങ്ങളായിട്ടൊക്കെ എന്താണ് പ്ലാൻ ചെയ്യണം ടു അച്ചീവ് ഓൾ റൗണ്ട് കുട്ടിയുടെ ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം റെഗുലർ ആൻഡ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ത്രൂ ഔട്ട് ദ ഇയർ കൊടുക്കണമെന്നാണ് പറയുന്നത്. കോംപ്രഹെൻസീവ് എന്ന് പറയുമ്പോൾ ആ വേർഡ് തന്നെയുണ്ട് കുട്ടിയുടെ എല്ലാ ആസ്പെക്റ്റും. ഇപ്പോൾ നമ്മൾ ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ കുട്ടികളുടെ ഇമോഷണൽ പരമായിട്ടുള്ള കാര്യം, ഫിസിക്കൽ ആസ്പെക്റ്റ് ആയിക്കോട്ടെ, മെൻ്റൽ ആസ്പെക്റ്റ് എല്ലാം തന്നെ കൺസിഡർ ചെയ്യണം അല്ലേ. മെൻ്റൽ, ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ ആസ്പെക്ട് ഓഫ് ദ സ്റ്റുഡൻറ്റ് പ്രോഗ്രസ്, ദാറ്റ് ഈസ് ഓൾ റൗണ്ട് ഡെവലപ്മെൻറ്റ് ഓഫ് ദ സ്റ്റുഡൻറ്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദെൻ ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ ഒരൊറ്റ ഒരു സബ്മിറ്റ് എന്ന രീതിയിൽ മാറാതെ എന്താണ് വെറൈറ്റി ഓഫ് ടൂൾസ് യൂസ് ചെയ്യില്ല. വെറൈറ്റീസ് ഓഫ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആർ യൂസ് ടു അസസ് ആൻഡ് ഇവാലുവേറ്റ് സ്റ്റുഡൻറ്റ് പ്രോഗ്രസ്. അപ്പോൾ അസസ് ചെയ്യാൻ മീൻസ് ആ കുട്ടികൾക്ക് എത്രമാത്രം ഏതിലൊക്കെ പോരായ്മകളുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്കത് റെമഡിയൽ ടീച്ചിങ്ങിനെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അവർ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. അതുപോലെ തന്നെ അവർ എത്രമാത്രം ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എല്ലാം അച്ചീവ് ചെയ്തു എന്നുള്ള കാര്യം എങ്ങനെയാണ് മനസ്സിലാക്കുക, ജഡ്ജ് ചെയ്യുന്നത് ഇവാലുവേഷനിലൂടെയാണല്ലോ. സോ അങ്ങനെ വെറൈറ്റീസ് ഓഫ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് യൂസ് ചെയ്യണം എന്നുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കണം? വെറൈറ്റി ഓഫ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ആർ യൂസ് ടു അസസ് ആൻഡ് ഇവാലുവേറ്റ് ദ സ്റ്റുഡൻസ് പ്രോഗ്രസ്. കിട്ടിയല്ലോ. അപ്പോൾ ഇത്രയും പോയിന്റ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലാസ് സെഷൻ എന്ന് പറയുന്നത്. പ്രീവിയസ്ലി ഒത്തിരി ക്വസ്റ്റ്യൻസ് ഇന്ന് വരാറുണ്ട്. ഒരു മാർക്ക് നമുക്ക് ഏകദേശം ഉറപ്പിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സിലബസിലോട്ട് ഒന്നും കൂടി പോവുകയാണ്. അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഇനി നോക്കൂ. ഇനി ഇതിൽ കുറച്ച് കാര്യം കൂടി ഉണ്ട് പറയാം. അതായത് അച്ചീവ്മെൻറ്റ് ടെസ്റ്റും പിന്നെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ദെൻ ഈ ഒരു ഭാഗവും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിങ്ങൾ കുറച്ച് ജനറലായിട്ട് വരുന്ന കാര്യങ്ങളാണ്. പിന്നെ വരുന്ന മൈക്രോ ടീച്ചിങ്, ആക്ഷൻ റിസർച്ചും ആണ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഭാഗത്തു നിന്ന്. അപ്പോൾ നമ്മുടെ എന്ത് കഴിഞ്ഞു? മെത്തഡോളജി പാർട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ക്ലാസ് എന്ന് പറയുന്നത് ഇതിൻ്റെ അല്ലറ ചില്ലറ കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ലാസ്റ്റ് പാർട്ടും കൂടി ചേർന്നിട്ടായിരിക്കും ഒരു ക്ലാസ് തരിക കേട്ടോ. അതോടുകൂടി നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആയി കേട്ടോ. ദെൻ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു പാർട്ടുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് മെത്തഡോളജിയുടെ മോക്ക് ടെസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്ലാസ് കണ്ട ശേഷം തീർച്ചയായിട്ടും നിങ്ങൾ ആ മോക്ക് ടെസ്റ്റും കൂടി അറ്റൻഡ് ചെയ്യുക. ഞാൻ എപ്പോഴാണ് എന്താണെന്നുള്ള കാര്യം ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്താണ്, അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി ഈസി ആയിട്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യാൻ തീർച്ചയായും ഫുൾ മാർക്ക് മേടിക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു സെഷനും കൂടി ഞാൻ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ്. കാരണം വലിച്ചു വാരി തരാതെ നിങ്ങൾക്ക് എക്സാം ഓറിയൻറ്റഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നാൽ പഠിക്കാൻ നിങ്ങൾക്ക് ഈസിയാണ്. നിങ്ങൾക്ക് ഇനിയുള്ള സമയം ഭയങ്കര വിലപ്പെട്ടതാണ്. അത് മാത്രമല്ല നമ്മുടെ പുതിയ കേട്ടിട്ടുകാർ ക്ലാസ്സസിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങളുടെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ സമാധാനമായിട്ട് വേണം എനിക്ക് അവർക്ക് കേട്ടിട്ടിൻ്റെ പുതിയ ക്ലാസ്സസ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സോടുകൂടി മെത്തഡോളജി പാർട്ട് കംപ്ലീറ്റ് ചെയ്യും. ഉടൻ തന്നെ വൈകാതെ തന്നെ ഞാനത് സെറ്റാക്കി തരാം കേട്ടോ. അടുത്തൊരു ക്ലാസ് കുറച്ച് കാര്യം കൂടി സെറ്റാക്കാനുള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെത്തഡോളജി പാർട്ട് HSAയുടെ സിലബസ് നിങ്ങൾ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ക്ലാസ്സസ് എല്ലാം ഒത്തിരി ക്ലാസ്സസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ കൂട്ടുകാർക്കും ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരിലോട്ടും എത്തണം അല്ലേ. അപ്പോൾ എനിക്കൂടെ ഭയങ്കര സന്തോഷമാണ്, എല്ലാവരിലോട്ടും എത്തണം, ഒത്തിരി പേർക്ക് ഹെൽപ്ഫുൾ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും ചെയ്യുന്നതിലൂടെയാണ് നമ്മുടെ യൂട്യൂബും നമുക്ക് എല്ലാവരിലോട്ടും ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്, നമ്മുടെ ചാനൽ എത്തിക്കുന്നത്. സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കീപ്പ് വാച്ചിങ്. താങ്ക് യു.